പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സുന്ദരമായ ഒരു പ്രഭാതം ദൈവം ദാനമായി തന്നതാണ്. ദൈവത്തിന് നന്ദി പറയാം. കാരണം ദൈവമാണ് നമ്മെ ഈ കഴിഞ്ഞ ദിവസം വരെ, ഈ നിമിഷം വരെയും പരിപാലിച്ചത്. ദൈവത്തിന് നന്ദി പറയുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ പഠിച്ച വചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 1-ാം വചനമായിരുന്നു. അതിങ്ങനെയാണ്: കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എൻ്റെ കാരണം പിന്നെ അതിൻ്റെ അടുത്ത വചനം പറയുകയാണ്: പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ ഏറ്റുപറയുക. അതായത് നാം ഇന്നലെ പഠിച്ച വചനം. ഇന്ന് നാം പഠിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 26-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 40 വേഴ്സ് 26. അതിങ്ങനെയാണ് പറയുന്നത്: ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ധനവും, നമുക്കറിയാലോ, നമ്മുടെ ഹൃദയം നമ്മുടെ പണം ഉണ്ടെങ്കിൽ, നമുക്ക് ബലം ഉണ്ടെങ്കിൽ ഹൃദയത്തെ സന്തോഷം തരും. അത് സാധാരണയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ദൈവഭക്തി ഇവയേക്കാൾ അഭികാമം, ധനത്തെക്കാളും ബലത്തെക്കാളും ഒക്കെ വലുതാണ് ദൈവഭക്തി. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടം ഉണ്ടാവുകയില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടി വരികയില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. അപ്പൊ വചനം ഇങ്ങനെ പറയുന്നു: ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാവുകയില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. വചനം പറയുകയാണ്: riches and strength build up confidence. Riches and strength build up confidence, but the fear of the Lord is better than either. There is no want in the fear of the Lord, and with it there is no need to seek help. There is no need to seek for help. അപ്പോൾ വചനം ഇങ്ങനെ പറയുകയാണ്: riches and strength, ധനവും ബലവും, build up confidence. Riches and strength build up confidence. ധനവും ബലവും നമ്മുടെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. But the fear of the Lord is better than either. There is no want in the fear of the Lord, and with it there is no need to seek for help. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടം ഉണ്ടാകുകയില്ല. തീർച്ചയായിട്ടും ദൈവഭക്തിയെ മുറുകെ പിടിച്ച്, ദൈവത്തെ മുറുകെ പിടിച്ച് ഒരു നഷ്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നേറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സുന്ദരമായ ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.